സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ SUV വിപണിയിൽ വൻ വിപ്ലവം സൃഷ്ടിച്ച ഒരു പേര് തന്നെയായിരുന്നു റിനോൾട്ട് ഡസ്റ്റർ. ഒരു കാലത്ത് റോഡുകളിൽ തരംഗമായിരുന്ന ആ ഐക്കൺ ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വെറും ഒരു തിരിച്ചുവരവല്ല, പുതിയ ലുക്കിലും പുത്തൻ സാങ്കേതിക വിദ്യകളുമായും കൂടുതൽ കരുത്തോടു കൂടിയാണ് റിനോൾട്ട് ഡസ്റ്ററിന്റെ ആ തിരിച്ചുവരവ്. ദ ഐക്കൺ ഈസ് ബാക്ക്. ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സ്. പുതിയ ഡസ്റ്ററിന്റെ ഡിസൈൻ നോക്കിയാൽ ശരിക്കും മസ്കുലർ ലുക്കാണ്. ഫ്രണ്ട് പ്രൊഫൈലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റോട് കൂടെയുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല്, അതിലാകട്ടെ ആ സിഗ്നേച്ചർ നെയിം ഡസ്റ്റർ എന്നുള്ളതുകൂടി വന്നതോടുകൂടെ ആ പഴയ വികാരം വണ്ടിയിലോട്ട് നോക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. അതിന് പുറമെ പഴയ ഡസ്റ്ററിലെ ആ ഫ്രണ്ടിലുള്ള ആ ഗാംഭീര്യം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോൾഡ് ആയിട്ടുള്ള LED ലൈറ്റ്സും കൂടെ ചേർത്തപ്പോൾ പുതിയ ഡസ്റ്ററിലെ ആ ഒരു SUV ക്യാരക്ടർ നല്ല മികച്ചതായിട്ട് തന്നെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് ആ ഒരു സ്പോർട്ടി ലുക്ക് നൽകാൻ വേണ്ടിയിട്ട് തന്നെ 18 ഇഞ്ചിന്റെ അലോയ് വീലുകളാണ് നൽകിയിരിക്കുന്നത്. ഡയമെൻഷൻസ് നോക്കുന്ന സമയത്ത് പഴയ ഡസ്റ്ററിനേക്കാളും കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്. 4343 മില്ലിമീറ്റർ. വീതിയാണെങ്കിൽ 1813 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഉയരം 1656 മില്ലിമീറ്ററും. ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2657 mm ആണ്. ഇതിൻ്റെ ഓഫ് റോഡിങ് കാപ്പബിലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടുള്ള പാതയും ഇത് കീഴടക്കാൻ റെഡിയാണ്. കാരണം ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ വരുന്നത് 26.9 ഡിഗ്രിയും ഡിപ്പാർച്ചർ ആംഗിൾ വരുന്നത് 34.7 ഡിഗ്രിയുമാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 212 മില്ലിമീറ്റർ ആണ്. അതായത് ഏത് കടുപ്പമേറിയ കയറ്റങ്ങളും തടസ്സങ്ങളും ആത്മവിശ്വാസത്തോടെ മറികടക്കാം. ഇനി നമുക്കിതിൻ്റെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് 2 തരം പെട്രോൾ എഞ്ചിനുകളിലാണ് പുതിയ ഡസ്റ്റർ എത്തുന്നത്. ടർബോ TCA 100 ഇത് വെറും മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത്. ഇതൊരു 1000cc 3 സിലിണ്ടർ എഞ്ചിനാണ്. 100 PS പവറും 166 Nm ടോർക്കുമാണ് നൽകുന്നത്. കൂടുതൽ കരുത്ത് വേണ്ടവർക്ക് ടർബോ TCA 160 1333cc 4 സിലിണ്ടർ എഞ്ചിൻ. ഇതിലാകട്ടെ 163 PS പവറും 280 Nm ടോർക്കുമാണ് നൽകുന്നത്. ഈ എഞ്ചിൻ വേരിയൻറ്റിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നത് 25.65 സെന്റിമീറ്റർ നീളമുള്ള 10.1 ഇഞ്ച് വരുന്ന ഓപ്പൺ ആർ ലിങ്ക് മൾട്ടിമീഡിയ സിസ്റ്റമാണ്. ഇതിൽ ഗൂഗിൾ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ പോലെ ലളിതമായി ഉപയോഗിക്കാം. ഈ സിസ്റ്റം ആകട്ടെ 6 സ്പീക്കേഴ്സിലോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡ്രൈവറുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 10.25 ഇഞ്ച് വരുന്ന കളർ ഡിസ്പ്ലേ ആണ്. ഇതിൽ ഡ്രൈവിങ്ങിനിടെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ സിസ്റ്റം ഒക്കെ അതിൽ കാണുന്നതായിരിക്കും. ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ റെനോൾട്ട് ഡസ്റ്ററിനെ അവതരിപ്പിച്ചപ്പോൾ അതിൽ സൺറൂഫ് നൽകിയിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് സൺറൂഫ് ഇല്ലാത്ത വണ്ടി ആരെങ്കിലും വാങ്ങിക്കുമോ? അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം എന്തായാലും റെനോൾട്ട് ഡസ്റ്ററിന് ഇവിടെ സൺറൂഫ് കൊടുത്തിട്ടുള്ളത്. അതും സാധാ സൺറൂഫ് അല്ല, പാനോറമിക് ഓപ്പണബിൾ സൺറൂഫാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയിലെ കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ സോൺ AC ആണ് കൊടുത്തിട്ടുള്ളത്. 48 കളർ ആംബിയൻ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഫ്രണ്ട് റോയിൽ വരുന്നത്. യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി 700 ലിറ്റർ എന്ന വമ്പൻ ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇലക്ട്രിക് ടൈൽ ഗേറ്റ്, അതായത് ഒരു ബട്ടണിലൂടെ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാനും അതുപോലെ സിമ്പിളായിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ. സുരക്ഷയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വണ്ടി മികച്ചതാണ്. കാരണം 17 ADAS ഫീച്ചറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ലൈൻ കീപ്പ് അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, എമർജൻസി ബ്രേക്കിംഗ്, 360 ഡിഗ്രി ക്യാമറ, ട്രാഫിക് സിഗ്നൽ റെക്കഗ്നൈസേഷൻ എന്നിങ്ങനെ നീളുന്ന സുരക്ഷാ സംവിധാനങ്ങൾ. 5 വ്യത്യസ്ത നിറങ്ങളിലാണ് ഈ വണ്ടി ലഭ്യമാകുന്നത്. മൗണ്ടെയിൻ ജൈഡ് ഗ്രീൻ, പേൾ വൈറ്റ്, മൂൺലൈറ്റ് സിൽവർ, സ്റ്റെൽത്ത് ബ്ലാക്ക്, സൺസെറ്റ് റെഡ്. ഇതേ 5 കളറിൽ സിംഗിൾ ടൂൺ ആയിട്ടും അതുപോലെ തന്നെ ഡ്യുവൽ ടൂൺ ആയിട്ടും ഈ വണ്ടി ഇറങ്ങുന്നുണ്ട്. അതേ ഡ്യുവൽ ടൂൺ ഉദ്ദേശിക്കുന്നത് ഇതേ കളർ തന്നെ ആയിരിക്കാം. അതിൻ്റെ മുകളിൽ ഈ സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നുള്ള ഒരു റൂഫിംഗ് ആണ് വരുന്നത്. റെനോ നൽകുന്ന ഇതിൻ്റെ പീസ് ഓഫ് മൈൻഡ് അഥവാ വാറണ്ടി 7 വർഷം അല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,49,000-ലാണ്. കുറേ പേര് ഇതിൻ്റെ മൈലേജൊക്കെ ആലോചിച്ചിട്ട് ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ളത് ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും. അവർക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ കൂടി വരാൻ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി മാസങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം. എങ്ങനെയാണെങ്കിലും റിനോൾട്ടിന് ആ പഴയ ഡസ്റ്ററിൻ്റെ ആ പ്രതാപം ഈ പുതിയ ഡസ്റ്ററിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളതൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.